സംസ്ഥാനത്തെ HIV ബാധിതരോടും സർക്കാരിന്റെ അവഗണന. 10,500ഓളം രോഗികൾക്ക് നൽകാനുള്ളത് 13 മാസത്തെ കുടിശ്ശിക. ധനസഹായം മുടങ്ങിയതോടെ ദുരിതത്തിലാണ് രോഗബാധിതർ. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, സംസ്ഥാനത്തെ HIV ബാധിതരോടും സർക്കാർ അവഗണന തുടരുകയാണ്. 10,500ഓളം രോഗികൾക്ക് 13 മാസത്തെ കുടിശ്ശിക ഇനിയും നൽകാനുണ്ട്. ധനസഹായം മുടങ്ങിയതോടെ രോഗബാധിതർ വലിയ ദുരിതത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണല്ലേ? തീർച്ചയായും ഈ രോഗബാധിതർ വലിയ രീതിയിൽ ദുരിതത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതൊക്കെ വലിയ നേട്ടമായി പിണറായി സർക്കാർ അവതരിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ അതിൽ നിന്ന് തുടർന്നുള്ള നടപടികൾ, അവർക്ക് ഉള്ള സഹായം, ഇതൊക്കെ നൽകുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ച സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ HIV രോഗികളോട് പോലും ആ ഒരു അവഗണനയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. ഏതാണ്ട് 10,458 രോഗികളാണ് ഉള്ളത്. ഈ രോഗികൾക്ക് 10 കോടി രൂപയാണ് സർക്കാർ കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്. 13 മാസമായി 1 രൂപ പോലും ഇവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. 2023 നവംബർ മുതലാണ് ഈ കുടിശ്ശിക തുക നൽകാനുള്ളത്. അതോടൊപ്പം തന്നെ 2012 ഈ പദ്ധതി ആരംഭിക്കുന്നത്. അതായത് HIV രോഗബാധിതർക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള പദ്ധതി ആരംഭിക്കുന്നത് 2012 ആദ്യഘട്ടത്തിൽ 420 രൂപയായിരുന്ന തുക പിന്നീട് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. പക്ഷേ അത് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചതല്ല, അതായത് കൃത്യമായി നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 1,04,58,000 രൂപയാണ് ഒരു മാസം ഈ HIV രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. നിലവിൽ സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ വിശദീകരണം എന്ന് പറയുന്നത്, സർക്കാരിനോട് പലതവണ ഈ കുടിശ്ശിക തുക നൽകണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ യാതൊരു മറുപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ അറിയാം. അനാവശ്യമായുള്ള കാര്യങ്ങൾക്ക് സർക്കാർ യഥേഷ്ടം പണം ചിലവഴിക്കുന്നു. പക്ഷേ ഇതുപോലെ HIV രോഗികൾക്ക്, KSRTC ജീവനക്കാർക്ക്, ആരോഗ്യ മേഖലയിൽ ഏറ്റവും ആശ്രയകരമായിട്ടുള്ള പദ്ധതി, ഇതിനൊന്നും തന്നെ നൽകാൻ സർക്കാരിന് പണമില്ല.